3 ഫ്ലേവറിലുള്ള കുൽഫിയുടെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 ലിറ്റർ പാൽ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു അര കപ്പ് പാൽപ്പൊടിയും കൂടി എടുക്കാം. ആദ്യം ഈ പാൽപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പാലിൽ നിന്നും അല്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ പാൽപ്പൊടി ഒന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഈ പാലിലേക്ക് ഒഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. പാലിപ്പോൾ ഇവിടെ അല്പം ചൂടായി വന്നിട്ടുണ്ട്. ഞാനൊരു പിഞ്ച് സാഫ്രോൺ എടുത്തിട്ട് അതിലേക്ക് അല്പം പാൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ കൂടുതൽ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലിവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാലൊക്കെ പകുതിയാകുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇടയ്ക്ക് സൈഡൊക്കെ ഇതേപോലെ സ്ക്രാപ്പ് ചെയ്ത് പാലിലേക്ക് തന്നെ ആക്കി കൊടുക്കണം. പാലിപ്പോൾ ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഇത് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. ഇനി കുറച്ച് പിസ്തയും ബദാമും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ചൂടാറുന്നത് വരെ മാറ്റി വെക്കാം. ഇതിപ്പോൾ ചൂട് നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ 3 ഫ്ലേവറിലാക്കാൻ വേണ്ടിയിട്ട് 3 ബൗളിലേക്ക് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്ലേവർ മതിയെങ്കിൽ അതേപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഇതേപോലെയുള്ള മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ മോൾഡ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാരണ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഒന്നിൽ കുറച്ച് പിസ്ത ഇലാച്ചി മിക്സ് ആക്കി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതും ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ ഒന്നിൽ സ്ട്രോബെറി മിക്സും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊരു അലൂമിനിയം ഫോയിൽ വെച്ച് നന്നായി കവർ ചെയ്ത് ഐസ്ക്രീം സ്റ്റിക്ക് കുത്തിക്കൊടുക്കാം. അതിനുശേഷം ഫ്രീസറിൽ ഒരു 8 മണിക്കൂറെങ്കിലും വെക്കണം. ഞാനിത് വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് രാവിലെയാണ് എടുക്കുന്നത്. ഇപ്പോൾ കുൽഫിയൊക്കെ ഇവിടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഇളകി കെട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒരു 30 സെക്കൻഡ് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായി പോവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.